നെക്സ്റ്റ് ഒരു മോഡ്യൂൾ 4 ആണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മോഡ്യൂൾ 4 റിവറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം. ഡിസൈൻ എ ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് വിത്ത് ഈക്വൽ കവേഴ്സ് ടു കണക്ട് two plates each of 21 mm thickness. The allowable stress for the material of the rivet and plates are as follows. Sigma T is equal to 90 megapascal, tau equal to 60 megapascal, sigma C is equal to 150 megapascal. अब इതാണ് double riveted double covered butt joint. अब ഇതാണ് double cover. ഇത് cover plate 1, ഇത് cover plate 2. ഇതിന്റെ രണ്ടിനും നടുവിൽ വേറൊരു പ്ലേറ്റ് ഉണ്ട്. രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഇവിടെ പ്ലേറ്റ് 1, ഇത് പ്ലേറ്റ് 2. ഇങ്ങനെ രണ്ട് പ്ലേറ്റ് അവിടെ കാണാൻ പറ്റും. അതായത് ടീ തിക്നെസ് ഇവിടുത്തെ രണ്ട് പ്ലേറ്റ് അല്ലേ, ഈ ടീ തിക്നെസ് ഉള്ള രണ്ട് പ്ലേറ്റ് നമ്മൾ ഇൻലൈനായിട്ട് വെക്കും. ഇങ്ങനെ അടുപ്പിച്ച് രണ്ടെണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലും അടിയിലായിട്ട് ഓരോ കവർ പ്ലേറ്റ്, മേലെയും താഴെയായിട്ട് ഓരോ കവർ പ്ലേറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡ്രില്ല് ചെയ്യും. ഡ്രില്ല് ചെയ്തിട്ടാകുമ്പോൾ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഈ ഒരു പീസ് അത് വെച്ചിട്ട് ഫോർജിങ് ചെയ്യുക. അങ്ങനെയാണ് ഈ ബഡ് ജോയിന്റ് ഉണ്ടാക്കുന്നത്. രണ്ട് പ്ലേറ്റ് കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെയും താഴെയായിട്ട് കവർ പ്ലേറ്റ് വെക്കും, ഓരോ ഹോൾസ് ഉണ്ടാക്കും. അതിനകത്തേക്ക് ഈ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള എന്താ പറയണ്ടേ ഈ റിവറ്റിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് മേലെ ചെയ്യും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഫോർജിങ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. പെർമനന്റ് ഫാസ്റ്റിംഗ് ജോയിന്റ് ആണ് ഈ റിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് സിമ്മട്രിയാണ്. LHS മാത്രം സിമ്മട്രില്ല. ഇതിൻ്റെ ഇപ്പുറം ഇത് സിമ്മട്രിയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി, ബാക്കി പിന്നെ ഒബ്വിയസ്ലി അത് വന്നോളൂ. ഇപ്പോൾ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് T is equal to 21 mm ആണ്. പിന്നെ T1 T2 ഉണ്ട്. പിന്നെ ഡബിൾ കവർ പ്ലേറ്റ്, ഇത് മേലെയും താഴെ, അതുകൊണ്ട് ഡബിൾ കവർ പ്ലേറ്റ് എന്ന് പറയുന്നു. വിത്ത് ഈക്വൽ കവേഴ്സ് എന്ന് പറയുമ്പോൾ T1 equal to T2 ആണ്. രണ്ട് വളരെ തിക്നെസ് ആണ്. ആ തിക്നെസ് ഈക്വൽ ടു പ്ലേറ്റിന് തിക്നെസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അത് രണ്ട് തിക്നെസ് T1 equal to T2 ആകുന്ന സമയത്ത് ഇക്വേഷൻ 0.625 ടൈംസ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ഈസ് ഈക്വൽ ടു ആണ് T1 equal to T1 equal to T2 equal to 0.625 into thickness of the plate. അപ്പോൾ 0.625 into 21 ഈക്വൽ ടു ആയിരിക്കും T2. അത് ഈക്വൽ ടു ആയിരിക്കും T1. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ ഉണ്ടാവുക. ടോപ്പ് വ്യൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് 1 2 3 4 5 6 അത് 3 വരാം. അത് മൈൻഡ് ആക്കണ്ട നിങ്ങൾ. ഇതാണ് മെയിൻ. ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണമാണുള്ളത്, ഒരു രണ്ടെണ്ണേ പാടുള്ളൂ. പിന്നെ ഇത് ഇവിടുത്തെ അങ്ങോട്ടേക്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ അവർ റിക്വയർമെൻറ്റ് നമ്മൾ റിപ്പറ്റിൻ്റെ എണ്ണം കൂട്ടും. അപ്പോൾ ഇതിനെ പറയും മാർജിൻ എന്ന് പറയും. അതായത് ഈ പ്ലേറ്റിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് ഈ തൊട്ടടുത്തുള്ള റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് ഇവിടുന്നല്ല ഇവിടുന്ന് ഏറ്റവും മേലെയുള്ള പ്ലേറ്റിന് തൊട്ടടുത്ത റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാർജിൻ. അതേമാതിരി രണ്ട് കോൺസിക്യൂട്ടീവ് പിച്ച് റിവറ്റ് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയും, PT, ട്രാൻസ്വേഴ്സ് പിച്ച്. ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇവിടെ N1 equal to 0, N2 is equal to 2 എന്ന് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നേ? ഇപ്പോൾ N1 equal to 0 means N1 means it indicates സിംഗിൾ ഷിയറും, N2 എന്ന് പറഞ്ഞാൽ it indicates ഡബിൾ ഷിയറുമാണ്. ഇവിടെ ഡബിൾ ഷിയർ എന്ന് പറയാൻ കാരണം ഇവിടെ ഉണ്ട് പ്ലേറ്റ് 1, പ്ലേറ്റ് 2, പ്ലേറ്റ് 3 അല്ല, അപ്പം 3 പ്ലേറ്റിൽ കൂടി റിവറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ അത് ഡബിൾ ഷിയർ. സിംഗിൾ ഷിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ്, അതേമാതിരി താഴെ വേറൊരു പ്ലേറ്റ്, ഇങ്ങനെയാണ് മേടിച്ചോ പ്ലേറ്റ് 1, പ്ലേറ്റ് 2 അങ്ങനെ ആകുമ്പോൾ അതാണ് എന്ത് സിംഗിൾ ഷിയർ. അപ്പോൾ ഇവിടെ റിവറ്റ് പാസ് ചെയ്യുന്നത് 3 പ്ലേറ്റിൽ കൂടി ആയതുകൊണ്ട് എന്തോ ഒരു ഡബിൾ ഷിയർ. സപ്പോസ് റിവറ്റ് പാസ് ചെയ്യുന്നത് 2 പ്ലേറ്റിൽ കൂടിയാണെങ്കിൽ അത് സിംഗിൾ ഷിയർ. ഇപ്പോൾ ഈ ചിത്രം പ്രകാരം ഇവിടെ റിവറ്റ് 3 പ്ലേറ്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് സിംഗിൾ ഷിയർ ഈക്വൽ ടു 0 ആണ്. N1 equal to 0, there is no single shear. അപ്പോൾ അവിടെ എന്തുണ്ടാവുക, ഡബിൾ ഷിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ N2ന്റെ വാല്യൂസ് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടോപ്പ് ജസ്റ്റ് വരച്ചു. ടോപ്പ് വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറച്ച് 1 2 3 4 5 6 ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ രണ്ട് റിവറ്റബിൾ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് പിച്ച്. അതായത് ഇതിനും ഈ സെൻട്രൽ ലൈനും ഈ സെൻട്രൽ ലൈനായിട്ടുള്ള ആ ഡിസ്റ്റൻസ് അതിനെ പറയും പിച്ച്. അപ്പോൾ അത്രയുണ്ട്. N2 കണ്ടുപിടിക്കുക. N2 മീൻസ് ഈ റിവറ്റിൻ്റെ പകുതി, ഹാഫ് പ്ലസ് ഈ ഹാഫ് പ്ലസ് ഈ ഹാഫ് പ്ലസ് ഇത് ഹാഫ് ആകുമ്പോൾ 1 1.5 2 അങ്ങനെയാണ് N2 is equal to 2 എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് പിച്ച് എടുക്കുക, ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും. അപ്പോൾ അതിനിടയിൽ വരുന്ന എണ്ണം. ഇപ്പോൾ സപ്പോസ് ഇവിടെ വേറൊരു റിവറ്റ് കൂടി ഉണ്ടെങ്കിൽ അത്
അര 1 1.5 2 2 1 3 ആവും. n2 is equal to 3 ആവും. പക്ഷേ ഈ ചിത്രം അങ്ങനത്തെ ചിത്രം അല്ല. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ മതി. അത് ക്വസ്റ്റ്യൻ സിഗ്സാഗ് റിവറ്റ് എന്ന് ക്വസ്റ്റ്യൻ എടുത്തു പറയും. സിഗ്സാഗ് റിവറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ വേറൊരു അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി വരും. അപ്പോൾ നമ്മൾ n2 equal to 2 എഴുതില്ല. n2 ഞാൻ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 1,2 ആ 2 തന്നെ ഈ ഭാഗം എടുത്താൽ മതി. 1 2 അതിനെ വിടുക. ഇനി based on this thickness you have to calculate the diameter of the rivet. For that you have to use the equation d is equal to 6.07 times root t എന്ന ഇക്വേഷൻ കാണാൻ പറ്റും. അത് ഡാറ്റ നമുക്ക് പേജ് നമ്പർ 81 മഹാദേവൻ ബുക്ക് 5.11 d അതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ പോയി കാണാൻ പറ്റും. സോ 6.07 into root of t 21 27.81 mm കിട്ടും. Take standard diameter d is equal to 30. Standard diameter എവിടെ നിന്ന് കിട്ടുക? റഫർ ഡാറ്റ നമുക്ക് പേജ് നമ്പർ 84 ടേബിൾ 5.3b ടേബിൾ 5.3b നോക്കിയാൽ മനസ്സിലാവും. 27.8 എന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന വാല്യൂ 30 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് d is equal to 30 കിട്ടി. പിന്നെ ഡയമീറ്റർ ഓഫ് ദ ഹോൾ അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അത് 30 പ്ലസ് 1.5 കൊണ്ട് ആഡ് ചെയ്യണം. അതങ്ങനെ 1.5 തന്നെ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഡിയുടെ വാല്യൂ നോക്കുക. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള d equal to 30 ആണ്. അപ്പോൾ d equal to 30 ആണെങ്കിൽ അതായത് സപ്പോസ് ഡയമീറ്റർ അത് ഡാറ്റ ബുക്കിൽ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ d എന്ന് പറയുന്നത് സപ്പോസ് 1 മുതൽ 8 മില്ലിമീറ്റർ വരെയാണെങ്കിൽ എത്രയാണ്? ഈ d equal to 30 ആണെങ്കിൽ d 1 മുതൽ 8 വരെയാണെങ്കിൽ 8 വരെ എടുക്കുക. d is equal to കാൽക്കുലേറ്റ് ചെയ്തു 6.9 വന്നു വിചാരിക്കും. സ്റ്റാൻഡേർഡ് ഡയമീറ്റർ d equal to 8 എടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ d is equal to എന്ന ഇക്വേഷൻ 8 പ്ലസ് d is equal to 8 പ്ലസ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 0 8 തന്നെ, അതിനപ്പുറം മാറില്ല. അത് അതിനെ എടുക്കാം. ഇനി ചില സമയത്ത് ഈ റേഞ്ച് ഉണ്ടല്ലോ d equal to 12.3 എന്ന് കിട്ടിയിട്ട് 12.3 അങ്ങനെ മാറും. അതായത് റേഞ്ച് 1 to 8 ആണെങ്കിൽ നമുക്ക് എത്രയാണ് ഡയമീറ്റർ കിട്ടിയത്? റേഞ്ച് 1 to 8 മില്ലിമീറ്റർ. ആ റേഞ്ചിൻ്റെ അകത്താണ് ഡയമീറ്റർ. ഫോർ എക്സാമ്പിൾ 7 വന്നതെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഈക്വൽ ടു 7 തൊട്ടടുത്ത് 8 ഉണ്ടെങ്കിൽ 8. ഇനി 7ൻ്റെ മേലെ 9 ആണെങ്കിൽ മാറും. 9 പ്ലസ് വേറൊരു വാല്യൂ വരും. ഓക്കെ. ഇനി ചില സമയത്ത് നമ്മുടെ ഡയമീറ്ററിൻ്റെ റേഞ്ച് 10 to 24 ആവാം. 10 to 24 ഫോർ എക്സാമ്പിൾ ഇവിടെ 12.3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡയമീറ്റർ നോക്കുമ്പോൾ ഒരു 14 വന്നെന്ന് കഴിച്ചോ. 12.3 കൂടെ 14 ആണെങ്കിൽ ആ 14 കൂടെ നമ്മൾ 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 15 mm ആയിരിക്കും ഈ ഡയമീറ്റർ ഓഫ് ദി ഹോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചില സമയം 27 മുതൽ 36 വരെ അവിടുത്തെ റേഞ്ചാണ്. 27 മുതൽ 36. ഇപ്പം ഇവിടെ ഇപ്പം നോക്കിയാൽ 27ന് മേലെ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ 30 കിട്ടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1.5 കൂടി നമ്മൾ ആഡ് ചെയ്യണം. അത് ഓർമ്മിക്കണം. 1.5. ഓക്കെ. 1 to 8 ആണെങ്കിൽ ഒന്നും ആഡ് ചെയ്യണ്ട. 10 to 24 ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. എത്ര? 1 ആഡ് ചെയ്യണം. 27 to 36 ആണെങ്കിൽ 1.5 ആഡ് ചെയ്യാം. ഓക്കെ. ആ ഡാറ്റ നമുക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ എന്തൊക്കെയാണ്? 1 to 8, പിന്നെ 10 to 24, 25 to 36, 9 to 24, 25 to 36. ഇത് 0 ആഡ്, ഇത് 1 ആഡ് ചെയ്യണം, ഇത് 1.5 ആഡ് ചെയ്യണം. ഈ 1.5 ആണ് ഇവിടെ കാണുന്ന 1.5 കണ്ടോ? കാരണം ഈ d എന്ന് പറയുന്നത് 25 to 26 റേഞ്ച്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ 30 ആണ്. അപ്പോൾ 30 will come in between these two. So 30 plus 1.5. ഓക്കെ. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. ഡയമീറ്റർ കണ്ടതിന് ശേഷം നമ്മൾ പിച്ച് കാണാം. ആ പിച്ച് കാണുന്ന ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ p is equal to n1 plus 1.875 n2 into pi into d square to tau divided by 4 into t into sigma e plus diameter എന്ന് കാണാൻ പറ്റും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. n1 equal to 0 ആണ്, കാരണം സിംഗിൾ ഷിയർ ആയതുകൊണ്ട് n1 equal to 0 ആണ്. പ്ലസ് 1.875 into n2, n2 എത്രയാണ്? 2 അല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ into pi into diameter എത്ര? 31.5 whole square into tau. Tau എത്രയാണ് വരിക? Tau equal to 60 megapascal equal to 60 Newton per mm square divided by 4 into thickness of the plate is given 21 into sigma t 90. അത് ചെയ്യുക. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ ഡയമീറ്റർ
31.5 കൂടി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് 124.5 മില്ലിമീറ്റർ എന്ന് കിട്ടും. അതാണ് പിച്ച് ഈ കാണുന്നത് 124.5 മില്ലിമീറ്റർ പിച്ച്. അത് കൺഫേം ആയില്ല, അങ്ങനെ കിട്ടും. ഇനി ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേറൊരു ഇക്വേഷൻസ് വേറൊരു മെത്തേഡിൽ ചെയ്യാം. അതിന് ഉള്ള ഇക്വേഷൻ പി ടി ഈക്വൽ ടു പി എസ് നമ്മൾ എടുക്കുക. പി ടി ഈക്വൽ ടു പി എസ്. ആ പി ടി പി എസ് കാണാൻ ടെൻഷൻ ലോഡും ഷിയർ ലോഡും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്വേഷൻസ് പി ടി ഈക്വൽ ടു പി മൈനസ് ഡി പിച്ച് മൈനസ് ഡയമീറ്റർ ഇൻറ്റു തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ഇൻറ്റു സിഗ്മ ടി. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 80 5.6 ബി നോക്കിയാൽ ഈ ഇക്വേഷൻ കാണാൻ പറ്റും. അതേമാതിരി പി എസ് ഈസ് ഈക്വൽ ടു n1 plus 1.875 n2 into pi by 4 d square to tau. ഇവിടെ ചില സമയം ഡാറ്റ ബുക്കിൽ ഇവിടെ n1 പോലെ ഒന്നും ഉണ്ടാവുക, അത് ശരിയല്ല, ഡാറ്റ ബുക്കിലെ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ n1 എഴുതണം. n1 into 1.875 into n2 into pi by 4 into d square to tau. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ പിച്ച് ഈക്വൽ 93 കിട്ടും. 93 അല്ല 124.5 മില്ലിമീറ്റർ കിട്ടും. അതന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ. രണ്ട് സെയിം ആണ്. Either you can follow this equations or you can follow this method. Both of this gives you the same answer. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് കേസിലുള്ള ഒരു പിച്ച് കിട്ടി 124.5 മില്ലിമീറ്റർ. ഇനി പിച്ച് വേറൊരു മെത്തേഡിലും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതും ഇതും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ ചെറിയ പിച്ച് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ഫെയിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിച്ച് കൂട്ടി 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 അങ്ങനെ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇനി പിച്ച് കണ്ടുപിടിക്കാതെ വേറൊരു ഫോർമുല K1 ഈ മെത്തേഡിൽ പിച്ച് കാണണം. എന്നിട്ട് ആ രണ്ട് പിച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചെറുതാണോ അതാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഫെയിൽ ആയെങ്കിൽ മാത്രമേ നമ്മൾ മറ്റേതിലേക്ക് പോകാൻ പാടുള്ളൂ, ഹയർ വാല്യൂയിലേക്ക്. ഓക്കെ, സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ഡബിൾ റോ ബട്ട് ജോയിന്റ് വിത്ത് 2 കവർ പ്ലേറ്റ്സ്. ഇത് ക്വസ്റ്റ്യൻ്റെ പാർട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെഫറൻസ് ഡാറ്റ ബുക്ക് പേജ് നമ്പർ 84 നിങ്ങൾ എടുക്കുക. ടേബിൾ 5.1 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കാണാൻ പറ്റും. ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 81 number of rivets per pitch. Sorry, 81 അല്ല 84 ആണ്. നന്നായി 84 5.12 B 5.12 B അല്ല 5.1 ടേബിൾ 5.1 നോക്കുക. ടേബിൾ 5.1 പേജ് നമ്പർ 84. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഡബിൾ റോ ബട്ട് ജോയിന്റ് വിത്ത് 2 കവർ പ്ലേറ്റ്സ് n is equal to 2. ഈ 2 എടുക്കണ്ടേ. ഇനി നോ റെഫർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 85 5.4a. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഡാറ്റ ബുക്കിൽ ടേബിൾ 5.4a നമുക്ക് നേരത്തെ മനസ്സിലായി. നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് ഈക്വൽ ടു 2 നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ ആ 2 നേരെ വരിക. ഇത് ലാബ് ജോയിൻ്റ് അല്ല, പിന്നെ കോയിഫിഷ്യൻ്റ് സിംഗിൾ ബട്ട് ജോയിൻറ്റും അല്ല, ഡബിളാണ്. 2 കവർ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഡബിൾ ബട്ട് സ്ട്രാപ്പഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ 2 കവർ പ്ലേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 നേരെ വരുന്ന വാല്യൂസ് എടുക്കുക. എത്ര വരുന്നത് 3.50. അങ്ങനെയാണ് K1 = 3.50 വരുന്നത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3.50 ഇൻറ്റു തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് 21 + 41 ഈക്വൽ ടു 114.5 മില്ലിമീറ്റർ. സോ ഈ കാണുന്ന പിച്ചും നമ്മൾ മുന്നേ ചെയ്ത 124.5 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതാണ് ചെറിയ വാല്യൂ. സോ റെക്കമെൻഡ് പി = 114.5 മില്ലിമീറ്റർ സ്മോൾ വാല്യൂ. ഇതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 അത് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഈ സ്റ്റെപ്പ് 1 എന്താ കാണുന്നത്, സ്റ്റെപ്പ് 2 എന്താ കാണുന്നത്, സ്റ്റെപ്പ് 3 എന്താ കാണുന്നത്, അത് വെച്ചിട്ട് ഇങ്ങനെ വേണം പോകാൻ. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 1 നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിച്ചു ബേസ്ഡ് അപ്പോൺ ദി തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടുപിടിച്ചു പിച്ച് കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 3 ട്രാൻസ്വേഴ്സ് പിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രാൻസ്വേഴ്സ് പിച്ച് എന്താണെന്ന് കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ. ഓക്കെ, സോ റെഫർ ഡാറ്റ പേജ് നമ്പർ 82 5.14a നമുക്ക് ഇക്വേഷൻ കാണാൻ പറ്റും. പി ടി > 2 ടൈംസ് ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 63 മില്ലിമീറ്റർ വരും. അത് കഴിഞ്ഞിട്ട് മാർജിൻ കാണണം. m = 1.5 × d. d means 31.5 ആണ്. അത് വെച്ചിട്ട് വേണം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സ്റ്റെപ്പ് 5 means thickness of the cover plate. രണ്ടും സെയിം തിക്നെസ് ആയിട്ട് കാരണം you have to use this equation. t = 0.625 times t. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 80 ഈ ഇക്വേഷൻസ് കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 എഫിഷ്യൻസി. ലാസ്റ്റ് നമ്മുടെ എഫിഷ്യൻസിയോട് കൂടിയാണ് പ്രോബ്ലം സമാപിക്കുന്നത്. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ ഓർമ്മിക്കുക ഈറ്റ = ലീസ്റ്റ് വാല്യൂ ഓഫ് PSC, PC, PT. PT മീൻസ് ടെൻസൈൽ ലോഡ്, കംപ്രസീവ് ഷിയർ ലോഡ്, പിന്നെ അതേമാതിരി ക്രഷിംഗ് ലോഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ
ചെയ്യാം. ക്രഷിംഗ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ അത് വെച്ചിട്ട് പി ടി സിഗ്മ അതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇത് ഈ ഇക്വേഷൻസ് ജസ്റ്റ് ബയോ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പി ടി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഡാറ്റ നമുക്ക് പേജ് നമ്പർ 5.6b ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 114.5 എടുക്കണം. കാരണം ഇതാണ് ചെറിയ വാല്യൂ. മൈനസ് 31.5 ഡയമീറ്റർ ഓഫ് ടി റിവറ്റ് ഹോൾ കിട്ടി. തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഇസ് ഗിവൻ 90 means tensile stress. So you will get the value of 1,56,870 Newton കിട്ടും. അത് പി ടി കിട്ടി. ഇനി അതേപോലെ പി സി കാണുക. N1 into Ti plus N2 into T into D into sigma C. ഇതാണ് ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ ഉണ്ടാവും. ഡാറ്റ ബുക്ക് പേജ് നമ്പർ എവിടെ ഉണ്ടല്ലോ, എഴുതാൻ വിട്ടുപോയി. ഡാറ്റ ബുക്ക് പേജ് നമ്പർ ഇവിടെ ഇതിപ്പോൾ 80 ആണ്. അപ്പോൾ 80 ആകുമ്പോൾ 80 നമുക്ക് കാണാൻ പറ്റും. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 80 5.6e. അതൊരു ഡാറ്റ ബുക്ക് 80 5.6e എന്ന് പറയുന്ന ഇക്വേഷൻസ് അതിതാണ്. ഡാറ്റ ബുക്ക് 80 5.6e. അപ്പോൾ ഇവിടെ N1 = 0 ആണ്. അത് ഓൾറെഡി നമുക്കറിയാം. സിംഗിൾ ഷിയർ അല്ലേ, 0 ആണ്. അതില്ല. ടി ഐ മീൻസ് തിക്നെസ് ഓഫ് ദി കവർ പ്ലേറ്റ് ആണ്. അപ്പോൾ 0 into ടി ഐ അതിന് ഒരു വിലയില്ല. പിന്നെ N2 into T, N2 2 ആണ്. T means thickness of the plate 21. 31.5 into 150, you will get the value of 1,98,450 Newton. And last PS is equal to data book page number 80 5.6d equations. Substitute here. N1 plus 1.875 N2 into pi by 4 d square the top. Substitute here 1,75,256 Newton കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇത് മൂന്ന് ലീസ്റ്റ് വാല്യൂ ആക്കില്ല. ഈ പി ടിയും പി സിയും പി എസ് കമ്പയർ ചെയ്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് എടുക്കേണ്ടത്. സോ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ പി ടി അല്ലേ. അപ്പോൾ 1,56,870 ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. പി എത്ര വരിക? പിച്ച് 114.5 ഇൻറ്റു ടി എത്ര വരും? 21 ഇൻറ്റു 90 ഇൻറ്റു 100 ഇത് വരുമ്പോൾ 72%. ഇവിടെ ഇപ്പോൾ 100 ഇല്ലെങ്കിൽ ഇത് വരിക 0.72 വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 72% നേടാം കേട്ടോ. 100 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 72% നേടാം. അത് നമുക്ക് അറിയാം. It is divided by this equal to 0.72 വരും. So that is equal to 72%. അങ്ങനെ എഴുതാനും മതി. അപ്പോൾ ഇതോടുകൂടി പ്രോബ്ലം കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Now refer data book page number 84 table 5.1 നോക്കിയാൽ ഇതാണ് ടേബിൾ 5.1. ഒന്നുകൂടി പറയാം. എനിക്കൊരു പിന്നെ മങ്ങിപ്പോയ ഒരു സ്ക്രീനെ ഒരു ഡിസ്റ്റർബ് ആകുന്ന സംശയമുണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ലീസ്റ്റ് വാല്യൂ ഓഫ് പി എസ് സി പി സി പി ടി. അപ്പോൾ ലീസ്റ്റ് വാല്യൂ ഓഫ് പി ടി പി സി പി എസ് സി നമ്മൾ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഏതാണോ ചെറുത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പി ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ. ഡാറ്റ നമുക്ക് പേജ് നമ്പർ 80 5.6b കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 114.5 മൈനസ് 31.5 ഇൻറ്റു 21 ഇൻറ്റു 90. So you will get the value of PT is equal to 1,56,870 Newton. അതേമാതിരി പി സി കാണുക. N1 ടി ഐ പ്ലസ് N2 ടി ഇൻറ്റു ഡി ഇൻറ്റു സിഗ്മ സി. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 80 5.6e നോക്കുക. ടി ഐ മീൻസ് കവർ പ്ലേറ്റ് തിക്നെസ് ആണ്. അപ്പോൾ N1 = 0 ആണ്. കാരണം സിംഗിൾ ഷിയർ അല്ലേ. ഇവിടെ പ്രോബ്ലം മൊത്തം ഡബിൾ ഷിയർ ആണ്. അപ്പോൾ സിംഗിൾ ഷിയർ ആയതുകൊണ്ട് N1 = 0 ആണ്. ആ ടൈം മൊത്തം ക്യാൻസൽ ആവും. N2 = 2 ആണ് നമുക്കറിയാം. ടി മീൻസ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് 21 ഇൻറ്റു 31.5 ഇൻറ്റു 150. So you will get the value of 1,98,450 Newton കിട്ടും. ഇനി പി എസ് is equal to N1 plus 1.875 into N2 into pi by 4 d square the top. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 80 5.6d ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1,75,256 Newton കിട്ടും. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്ത് ലീസ്റ്റ് വാല്യൂ നോക്കുക. പി എസ് പി ടി പി സി ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് പി ടി ആണ്. സോ 1,56,870 ഡിവൈഡ് ബൈ 40 സിഗ്മ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ. പി എത്രയാ? 114.5. ടി മീൻസ് 21. സിഗ്മ ടി എത്രയാ? 90. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.72 വരും. 0.72 എന്ന് പറയുമ്പോൾ 72%. അല്ലെങ്കിൽ ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് 72% എന്ന് എഴുതാം. ഇനി ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വെരിഫൈ ചെയ്യണം. നമ്മൾ ഇതോടുകൂടി പ്രോബ്ലം കഴിഞ്ഞു. നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യണമെങ്കിൽ റെഫർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 84 ടേബിൾ 5.1 എടുക്കുക. ഇതിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ഡബിൾ ഡ്രോ ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 ആണ് എഫിഷ്യൻസി വേണ്ട. എഫിഷ്യൻസി 72 മുതൽ 82 വരെ നമുക്ക് എഫിഷ്യൻസി വരാം. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ എഫിഷ്യൻസി എത്രയാണ്? Based on this problem, you got the value of efficiency is equal to 72%. So the design is safe.
ഓക്കെ, അപ്പോൾ ഇത് മോഡ്യൂൾ 4 പ്രോബ്ലമാണിത്. മോഡ്യൂൾ 4. താങ്ക് യു.